അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമാദരണീയരായ ഉസ്താദുമാർ, പ്രിയ സദസ്യർ, സ്നേഹധനരായ എൻ്റെ കൂട്ടുകാരെ, ആദരപ്രഭ തോൽക്കുന്ന SSFന്റെ ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ പ്രൗഢമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. അനുരാഗത്തിന്റെ രാജപുഷ്പമായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതനഗ ചരിത്രത്തിൽ നിന്നും ഒരു ചീന്തേ. നിങ്ങളെല്ലാവരും എന്നെ കഥ സശ്രദ്ധം കേൾക്കണേ. അതാ നോക്കൂ, ആ ഇടവയിൽ ഒരു കൊച്ചുമോൾ നിൽപ്പുണ്ടേ. തെളിച്ചമുള്ള രണ്ടു കണ്ണുകളും കണ്ണീരൊഴുകുകയാണല്ലോ. നെറുപുഞ്ചിരി വിടരേണ്ട ആ മോളുടെ അകരങ്ങൾ വിതുമ്പുകയാണല്ലോ. എന്തു പറ്റി? ചിത്രശലഭം പോലെ പറുദീസുകളിൽ പാറി നടക്കേണ്ട ആ മോൾ ആ വഴിയിൽ നിന്ന് കരഞ്ഞു നിൽക്കാൻ കുറച്ചു നേരമായല്ലോ. മോളെന്താ ഇവിടെ നിൽക്കുന്നത്? കാരുണ്യക്കടലായ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമസന്നമായ ചോദ്യം. യാ റസൂലല്ലാഹ്, ദേ ദൂരെ ആ കാണുന്ന വീട്ടിലെ ജോലി ചെയ്യുന്ന അടിമപ്പെണ്ണാണ് ഞാൻ. യജമാനൻ ഗോതമ്പ് മാവ് വാങ്ങാനായി 2 ദിർഹം തന്ന് എന്നെ കടയിലേക്ക് പറഞ്ഞയച്ചതാ. ആ 2 ദിർഹം എന്റെ കയ്യിൽ നിന്നും എങ്ങോ വീണു പോയി നബിയേ. കാശില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും? അവരോട് ഞാൻ എന്താ പറയാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മോളുടെ സങ്കടം വായിച്ചെടുത്തു. സ്നേഹത്തോടെ പതിഞ്ഞ സ്വരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മോളോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഞാൻ തരാലോ ആ 2 ദിർഹം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കമ്മീഷന്റെ കീശയിൽ നിന്നും 2 ദിർഹം എടുത്ത് ആ മോളുടെ കൈനുള്ളിൽ വെച്ചു കൊടുത്തു. നഷ്ടപ്പെട്ട ആ 2 ദിർഹം തിരിച്ചു കിട്ടിയിട്ടും ആ മോൾ നിന്നു കരയുകയാണ്. മോളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതിനു പകരം ഞാൻ മോൾക്ക് 2 ദിർഹം തന്നല്ലോ. വീണ്ടും മോളെന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഗോതമ്പ് മാവ് വാങ്ങിയിട്ട് തിരിച്ചു ചെല്ലാൻ ഞാൻ ഏറെ വൈകി. ആ കാരണത്താൽ വീട്ടുകാർ എന്നെ തല്ലും. അത് പേടിച്ചിട്ടാ ഞാൻ കരയുന്നത്. അലിവിന്റെ അറ്റമില്ലാത്ത സാഗരമായ തിരുതുരുടെ മനസ്സ് ആർദ്രമായി. മോള് ജോലി ചെയ്യുന്ന വീടെവിടെയാ? അതാ ആ ഇടവയും കഴിഞ്ഞ് പോകണം നബിയേ. ഈത്തപ്പനകൾ തണൽ വിരിച്ച മരുഭൂമിയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒത്തിരി ദൂരം നടന്നു. എത്രമേൽ ചന്തമുള്ളതാണ് ചിത്രം അല്ലേ കൂട്ടുകാരെ? സങ്കടപെരുവിൽ നിന്ന് ആ മോൾക്ക് സമാശ്വാസമായി കൂടെ നിന്ന നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടിലെത്തി. വീട്ടുകാരോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു രണ്ടാമതും ചൊല്ലി. 3ാമത്തെ വട്ടമാണ് ആ വീട്ടുകാർ ഉറക്കെ സലാം മടക്കിയത്. നിങ്ങളെന്താ ഞാൻ 2 പ്രാവശ്യവും സലാം ചൊല്ലിയപ്പോൾ മടക്കാതിരുന്നത്? യാ റസൂലല്ലാഹ്, സലാം പതുക്കെ മടക്കിയിരുന്നു. അങ്ങയുടെ സലാം ദുആ ആണല്ലോ. അത് അധികമായി കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അത് 2 പ്രാവശ്യം ഞങ്ങൾ പതുക്കെ മടക്കിയത്. യാ റസൂലല്ലാഹ്, അങ്ങ് എന്താ നേരത്തെ ഇവിടെ വന്നതെന്ന് പറഞ്ഞാലും? വീട്ടുകാരുടെ ഭൗതികതയുള്ള ചോദ്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മറുപടി പറഞ്ഞു. നേരം വൈകിയതിന് ഈ മോളെ നിങ്ങൾ തല്ലരുതേ. ഇത് പറയാനാ ഞാൻ വന്നത്. നോക്കൂ, ഒരു കൊച്ചുകുട്ടിയും അതും ഒരു അടിമപ്പെടലിനെ ശുപാർശ ചെയ്യാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട് വരെ നടന്നു. അത്രമേൽ ഹൃദ്യമാണ് ആ സ്നേഹഗുരുവിന്റെ പെരുമാറ്റം. മഞ്ഞുതുള്ളിയേക്കാൾ മൃദുലമാണ് അവിടുത്തെ മനസ്സ്. ശേഷം ആ വീട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ ഈ മോളെ ഒന്നും ചെയ്യുകയില്ല. അങ്ങയോടുള്ള ആദരം കൊണ്ട് ഈ മോളെ ഇപ്പോൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് നബിയേ. ഇത് കേട്ടപ്പോൾ പൗർണമിയുടെ ശോഭ പോലെ ആ വേലക്കാരി പെടിഞ്ഞ മുഖം വെട്ടിത്തിളങ്ങി, കണ്ണുകൾ നക്ഷത്ര തിളക്കം. സലാത്തിന്റെ ഗുൽമോഹറുകൾ സ്നേഹ നൈവേദ്യമായി നമുക്ക് ഹബീബിനെ അർപ്പിക്കാം. കഥക്ക് തിരിശീലി വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.